മുബാലകത്ത് എന്താണ്? ആദില് എന്ന് പറയുന്നത് അദിലുൻ എന്ന് മസ്തറങ്ങ് പ്രയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ആ മുബാലകത്ത് വരുന്നത്? കാരണം ഇസ്മു ഫായിലാണെങ്കിലും ഇസ്മു മഫൂലാണെങ്കിലും ഒക്കെ ഫിയലിന്റെ മയനാക്കുള്ളതാണല്ലോ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിയലോ ഫിയലിന്റെ മയനയിലുള്ളതോ, ഫിയലിന്റെ മയനയിലുള്ള സാധനങ്ങളാണ് ഇസ്മു ഫായിലും ഇസ്മു മഫൂലും ഒക്കെ. അപ്പൊ ഈ ഫിയലിന്റെ മയന എന്ന് പറഞ്ഞാൽ എന്താ? അൽ മസ്ദർ ഇസ്മു മാസി വസ്സമാനി മിൻ മദ്ലൂലയിൽ ഫീലി കഅംനിൻ മിൻ അമിൻ. മഫൂൽ മുത്ലഖിന്റെ ബാബില് ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ പറയുന്നത് കാണാം. ഫിഅലിന് രണ്ട് മദ്ലൂലുകളാണ്. ഒന്ന് അതിന്റെ ഹദസ്, മറ്റൊന്നതിന്റെ സമാന്. ഒന്നതിന്റെ ഹദസ്, മറ്റൊന്നതിന്റെ സമാന്. ലറബ എന്ന് പറഞ്ഞാൽ മാലിയായ സമാന്റെ മേൽ അത് അറിയിക്കുന്നുണ്ട്. ലർബ് എന്ന ഹദസിന്റെ മേൽ, ലർബ് മാലിയിൽ ഉണ്ടായി, ലർബ് കഴിഞ്ഞ കാലത്ത് ഉണ്ടായി. അപ്പൊ കാലം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ, ഇല്ലേ? കാലം ഉണ്ടല്ലോ, ഹദസും ഉണ്ടല്ലോ. ഇനി യദ്രിബു എന്നാക്കിയാലോ അതിലും ഉണ്ട് കാലം, അതിലുമുണ്ട് ഹദസ്. എന്നാൽ ഹദസിനെ മാത്രം എടുത്താലോ പിന്നെ അതിൽ കാലമുണ്ടോ? പിന്നെ അതിന് കാലമില്ലല്ലോ. അപ്പൊ ഈ ഫിഅലോ ഫിഅലിന്റെ അർത്ഥത്തിലുള്ളതോ ഏതെങ്കിലും ഒരു കാലത്തിന്റെ മേലിൽ കാണിക്കും. ഇസ്മു ഫായിലും ഏതെങ്കിലും ഒരു കാലത്തിനെ കാണിക്കും. ഇസ്മു ഫായിൽ കാണിക്കുന്ന കാലം ഹാലാണ്. ഇപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഇസ്മു ഫായിൽ പ്രസക്താകുക. ഇസ്മു ഫായിലിന്റെ ഉള്ളിലുണ്ടൊരു സമാന്, അത് ഹാലാണ്. അത് ആ സമാനെ കൊള്ള പരിമിതപ്പെട്ടു പോകും. ആ സമാനെ കൊള്ള പരിമിതപ്പെടാതിരിക്കണമെങ്കിൽ മസ്ദറിനെ പ്രയോഗിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായില്ല ഞാൻ പറയുന്നത്? മസ്ദർ പ്രയോഗിക്കുമ്പോൾ സമാനിൽ നിന്ന് മുക്തമായി തീരും. അപ്പോൾ എന്താവും അർത്ഥം? ഹുദല്ലിൽ മുത്തഖീൻ, ഇപ്പോഴെന്നല്ല എന്നുമെന്നും, ഇന്നലെയും ഇന്നും നാളെയും എല്ലാ കാലത്തും. അതാണ് ഇസ്മിൻ്റെ ഒരു പ്രത്യേകത അറിയും. ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറയല്? പ്രത്യേകിച്ചും ഒരു കാലവുമായി ബന്ധമില്ലാത്ത, മൂന്നാലൊരു കാലവുമായി ഒരു നിലക്കുമുള്ള ബന്ധവുമില്ലാത്ത ഒരു പദമാണ് ഇസ്മു എന്നാണ് നമ്മൾ പഠിച്ചത്. ആ പറഞ്ഞതിന് മുമ്പ് മറുവായന സാധ്യമാണ്. എല്ലാ കാലമായിട്ട് ബന്ധമുള്ളത്, ഒരു പ്രത്യേക കാലമായിട്ട് ബന്ധമില്ല, എല്ലാ കാലമായിട്ടും ബന്ധമുള്ളത്. അപ്പോ ദാലിക്കൽ കിതാബ്, ഇതാണ് ഗ്രന്ഥം. ഈ ഗ്രന്ഥം ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് എന്നുമെന്നും മാർഗദർശനം നൽകുന്നതാണ്. ഈ മുബാലകത്ത് കിട്ടിയെങ്കിലല്ലേ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന പ്രയോഗമാവുള്ളൂ. അവിടെ ഹാദി എന്ന് പറഞ്ഞാൽ മതിയാവുമോ? പോരാ. ഇതാണ് മുഫസ്സിർ റഹ്മുല്ല പറഞ്ഞത്. ഹാദിൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത് ഹുദൻ എന്നതിലേക്ക് മാറിയതാണ്. നിലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാർഗദർശനം. മുത്തഖീങ്ങൾക്ക് എന്തിനാണ് മാർഗദർശനം എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അസ്സായിരീന ഇല തഖ്വ ബിഇംതിസാലി അവാമിരില്ലാഹി വജ്തിനാബി നവാഹിഹി. സൂക്ഷ്മാലുക്കൾക്ക് എന്ന് ഭാഷാർത്ഥത്തിലെടുക്കുക. മനുഷ്യരെല്ലാവരും സൂക്ഷിക്കുന്നവരാ, മനുഷ്യന്മാരെല്ലാവരും സൂക്ഷ്മത കാണിക്കുന്നുണ്ട്. ഈ ഓപ്പറേറ്റർ ഇപ്പോൾ ഈ പണിയെടുക്കുന്ന സമയത്ത് അദ്ദേഹം കറണ്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി പരസ്പരം തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. എന്തിന്? ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു മീൻ കഴിക്കുമ്പോൾ മുള്ളു കുത്താതിരിക്കാൻ വരെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ സൂക്ഷ്മത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ സഹജഭാവമാണ്. സൂക്ഷ്മത എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത, ഏതൊരാളും ചെയ്യുന്നതാ. അങ്ങനെ ഒരു സൂക്ഷ്മത ഒരാൾക്കുണ്ടെങ്കിൽ ആ സൂക്ഷ്മത കേവലം നടത്തത്തിലും ഇരുത്തത്തിലും മാത്രം പോരല്ലോ. അയാളുടെ ആത്യന്തികമായ ജീവിതത്തോടും ആ സൂക്ഷ്മത നീട്ടിവരക്കേണ്ടതുണ്ട്. അയാൾ ആ സൂക്ഷ്മതയെക്കുറിച്ച് അദ്ദേഹം ബോധവാനാകേണ്ടതുണ്ട്. കേവലം അദ്ദേഹം മീൻ തിന്നുമ്പോൾ മാത്രം സൂക്ഷിച്ചാൽ പോരാ, വണ്ടി ഓടുമ്പോൾ മാത്രം സൂക്ഷിച്ചാൽ പോരാ, ഏതെങ്കിലും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മാത്രം സൂക്ഷിച്ചാൽ പോരാ. ജീവിതത്തെക്കുറിച്ച് തന്നെ ആ കരുതലും ആ സൂക്ഷ്മതയും ആവശ്യമാണ്.
അങ്ങനെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് പ്രയാണം ചെയ്യുന്നവർ അൽ അസ്സാഇരീന ഇല തഖ്വ, ആ പൂർണ്ണമായ സൂക്ഷ്മതയിലേക്ക് പ്രയാണം ചെയ്തത്. ആ പൂർണ്ണമായ സൂക്ഷ്മത ബിഇംതിസാലി അവാമിരില്ലാഹി വജ്തിനാബി നവാഹിഹി, ഈ പൂർണ്ണാക്ഷരത്തിലുള്ള സൂക്ഷ്മതയിലേക്ക് പ്രയാണം ചെയ്യുന്നവർ എന്ന് മുഫസ്സിർ റഹ്മത്തുള്ളാഹി അവിടെ സങ്കല്പിച്ചു കൊടുത്തു. മുത്തഖീൻ, ഇത് നമ്മൾ പറയുന്ന മജാസ. മാക്കാനനെ പറ്റി പറയാ, മയഊലു ഉദ്ദേശിക്കുക, മാക്കാന പറയുക, മയഊലു പറയുക, മാക്കാന പറയുക, തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. മജാസ് മുർസലിൻ്റെ ബാബിൽ നമ്മൾ പഠിച്ചതാ. അവിടെ വേറെയും വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയാ, ജലാനയിലേക്ക് മാത്രം പരിമിതപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഖുർആനിൻ്റെ ആദ്യത്തെ തല മനസ്സിലാകണമെങ്കിൽ എന്തൊക്കെ വേണ്ടി വന്നു? ഇപ്പോൾ ഇസ്മു ഇഷാറത്ത് എങ്ങനെയാണ് പ്രയോഗിക്കാമെന്ന് മനസ്സിലാക്കണം. ഈ ഇസ്മു ഫായിൽ എന്താണെന്ന് ആദ്യം ഓൾറെഡി മനസ്സിലാക്കണം. നഹ്വ്, അതിന് പുറമെ അതിനെ അലങ്കാര തലങ്ങളിലേക്ക് എങ്ങനെയാണ് വികസിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. എന്താണ് മുബാലഗത്ത് എന്ന് മനസ്സിലാക്കണം. എന്താണ് മജാസ് മുർസൽ എന്ന് മനസ്സിലാക്കണം. ഈ രീതിയിൽ നമ്മുടെ ഖുർആനിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ നമുക്ക് സൗകര്യം തരുന്ന ഒരു ടൂള്, ഒരു എക്യുപ്മെൻറ്റ്, അതാണ് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രം, അലങ്കാര ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിലും നമ്മൾ രണ്ട് ശാസ്ത്രങ്ങളെ നമ്മൾ ഓതി പഠിക്കണുള്ളൂ. ഒന്ന് ഇൽമുൽ ആലത്തും മറ്റൊന്ന് ഇൽമുൽ ഗായത്തും. ഇൽമുൽ ഗായത്തിലേക്ക് കടക്കാൻ മാർഗമാണ് ഇൽമുൽ ആലത്ത്. ഇൽമുൽ ആലത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ.